മുതുകത്ത് കുത്താൻ വന്നതാണല്ലോ ചേച്ചേ. നീ പിന്നെ കുറിക്ക് സർബത്ത് കുടിക്കാൻ വന്നാണല്ലോ. ജയിലെങ്കിൽ ജയിലിൽ കൊന്നിട്ട് ഞാൻ പോവുള്ളൂ. നിനക്കെന്താ പുല്ലേ എന്നോട് ഇത്ര കലിപ്പ്? ഞാനെന്ന് നിന്നോട് നടന്നെല്ലാം പറഞ്ഞ് മാപ്പ് വെച്ചല്ലേ? അതിനു മുമ്പ് അനിത, നിനക്കറിയില്ലടാ എനിക്ക് അവളെ അത്ര ഇഷ്ടമാണെന്ന്. എന്നിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്തടാ. അളിയാ, നീ സമ്മതിച്ചിട്ടല്ലടാ ഞാനെന്ന് അവളോട് പോയി ഇഷ്ടാണെന്ന് പറഞ്ഞേ. നീ എന്താ രാത്രി ഇവിടെ? പറയാം, വാതിലൊടുക്ക്. വന്നേക്കാണ് പേടിപ്പിക്കാൻ. നീ പോയി കഴിഞ്ഞപ്പം മാത്യു നല്ല ടെൻഷനിലായി. അവള് നോ പറഞ്ഞ ആകെ നാണക്കേടാവില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ വേണ്ടാന്ന് വെച്ചോ? അവൻ എന്നോട് നൈസായിട്ട് അവളോടത്തൊന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്തൊട്ട് പ്രപ്പോസ് ചെയ്തോട്ടെന്നാ? ആ, ഞാനാണെങ്കിൽ അവന് വേണ്ടിയില്ലെന്ന് വിചാരിച്ചു പോയി ചോദിക്കുകയും ചെയ്ത്. അവക്ക് അവനിഷ്ടല്ല എന്ന് പറഞ്ഞടാ. നിന്നൊക്കെ പറഞ്ഞിട്ടോ, നേരിട്ട് പോയി എല്ലാം സെറ്റായനെ. ഞാൻ കാരണമൊന്നുമല്ല, അവക്ക് വേറൊരാളെ ഇഷ്ടമാണ്. വേറൊരാളാ? അതാരങ്ങനെ ഒരാള്? നിന്നെ. അതെന്നെ ശരിയാവും. അവളുടെ ഇഷ്ടമല്ലടാ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ നിനക്ക് അവളൊരു നോട്ടുണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? നീ പറഞ്ഞു അവളെ കിട്ടിയാ പിന്നെ വേറൊരുത്തിന്റെ മുഖത്ത് നോക്കൂലെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അതവന് ഇഷ്ടമാണേക്കാൾ മുമ്പല്ലേ? ഇപ്പൊ പെങ്ങളെ പോലെയാണ്, ബ്രോക്കോടാണ്. ബ്രോക്കോട് അവനെയോ അവക്ക് ഇഷ്ടമല്ല, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് ട്രൈ ചെയ്യുന്നല്ലേ നല്ലത്. നീ ട്രൈ ചെയ്യടാ. അവന് ഫീലിങ്സ് ആവില്ലേ? എന്ത് ഫീലിങ്സ്? ഈ മാറ്റർ ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ടെന്താ? അവൻ അവളില്ലെങ്കിൽ വേറൊരുത്തി എന്നുള്ള ലൈനാണ്. നിന്നോട് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞ? ആ, വേണമെങ്കിൽ നീ പഠിപ്പിച്ചിട്ടുള്ള പാട്ടും പാടി സ്റ്റൈലായിട്ട് പ്രപ്പോസ് ചെയ്തോളാനാ എന്നോട് പറഞ്ഞു. അതിനല്ലേ ഞാൻ ഇവിടെ വന്നേ. ആണോ? ആ, നീ ട്രൈ ചെയ്യടാ. സർ സർ പ്ലീസ് സർ സർ ഇതൊന്ന് കേൾക്കണം സർ. പുറത്താടി നടക്കുക. അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം മാറിക്ക്. ഇങ്ങനെ നനഞ്ഞ ജലദോഷമൊക്കെ വരില്ലേ?